5000 രൂപ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ അരുൺ നിക്ഷേപിച്ചു. 5000 രൂപ പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ മോഹൻ നിക്ഷേപിച്ചു. രണ്ട് ബാങ്കും 6% വാർഷിക നിരക്കാണ് നൽകുന്നത്. ഒരു വർഷം കഴിഞ്ഞ് രണ്ടു പേരും പണം പിൻവലിച്ചു. മോഹന് അരുണിനേക്കാൾ എത്ര രൂപ കൂടുതൽ കിട്ടിയെന്ന് ചോദ്യം. ഇവിടെ 5000 രൂപയാണ് പലിശയായിട്ട് വരുന്നത്. 5000 രൂപ അർദ്ധവാർഷികമായിട്ടാണ് പലിശ കണക്കാക്കുന്നത്. ഇവിടെ അരുൺ നിക്ഷേപിച്ച മറ്റാൾ നിക്ഷേപിക്കുന്നത് പാദവാർഷികമായിട്ടാണ്. 5000 രൂപ തന്നെയാണ്. ഒരു വർഷം കഴിഞ്ഞ് മോഹന് അരുണിനേക്കാൾ എത്ര രൂപ കിട്ടി എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1+r/100 n എന്നാണ് ഇക്വേഷൻ. നമ്മളെ ഇക്വേഷനിൽ പി പ്രിൻസിപ്പലാണ്. അത് നമുക്കറിയാം. 5000 രൂപയാണ് പ്രിൻസിപ്പൽ. അപ്പോൾ 5000 രൂപ എടുത്തു. 5000 ഇൻറ്റു 1 റേറ്റ് നമുക്കറിയാം 6%. അപ്പോൾ 6% ആകുമ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. 6%ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3% ആണ്. 3/100 എന്നുള്ളത് ഉപയോഗിക്കുക. n എന്ന് പറയുമ്പോൾ ടേംസിൻ്റെ എണ്ണാണ്. ഒരു വർഷത്തിൽ നമുക്കറിയാം 2 അർദ്ധവർഷമാണ് ഉണ്ടാവുക. അപ്പോൾ 2 എഴുതണം. അപ്പോൾ 5000 ഇൻറ്റു 1 അപ്പോൾ ഈ 100 LCM എടുത്തിട്ട് ഇവിടേക്ക് എഴുതണം. 100 LCM ഇവിടേക്ക് വരും. അപ്പോൾ 100 + 3/100 എന്നുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ 5000 ഇൻറ്റു 100 + 3 103/100 സമം 5000 ഇൻറ്റു 103/100 എന്നുള്ളത് പോയിൻ്റ് ഇവിടെ ഇടണം. 1.03 വരും. സമം 5000 ഇൻറ്റു 1.03 എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റർ നമുക്ക് ഉപയോഗിക്കാം. വാല്യൂ 1.0609 എന്നുള്ള എമൗണ്ട് കിട്ടും. അപ്പോൾ 5000 ഇൻറ്റു 1.0609 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതിൻ്റെ വാല്യൂ 5304.5 50 പൈസ വരും. ഞാൻ റൗണ്ട് ചെയ്യാം. 5305 രൂപ എന്ന് എഴുതാം. 5305 രൂപ. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കണം. അരുണിൻ്റെ കേസാണ് നമ്മൾ നോക്കുന്നത്. അരുണ് മോഹൻ പാദവാർഷികമായിട്ടാണ് ഈ എമൗണ്ട് നിക്ഷേപിക്കുന്നത്. എമൗണ്ട് തീർച്ചയായിട്ടും പി ഇൻറ്റു 1+r/100 n തന്നെയാണ്. പക്ഷേ പാദവാർഷികമായിട്ടാവുമ്പോൾ ഒരു മാറ്റം. പ്രിൻസിപ്പൽ 5000 തന്നെയാണ്. 1+ പാദവാർഷികമായിട്ടുള്ള മാറ്റം എന്താണ്? ഈ റേറ്റ് /4 ആക്കണം. അതായത് 6% പാദവാർഷികമായിട്ടാണ് 6%. അപ്പോൾ റേറ്റ് /4 ആക്കണം. ഇവിടെ നമ്മൾ പകുതിയാണ് എടുത്തത്. അതിന് പകരം ഇവിടെ /4 ഇടണം. അപ്പോൾ റേറ്റ് 4 ഭാഗമാക്കുമ്പോൾ 6/2 3 6/4 നമുക്ക് എടുക്കേണ്ടത്. അതായത് 3/2 സമം എന്ത് കിട്ടും? 1.5 കിട്ടും. 1.5 ആണ് നമുക്ക് 3/2 1.5. അപ്പോൾ 6/4 ആണ് നമ്മൾ എടുക്കേണ്ടത്. 6/4 = 3/2 = 1.5. അപ്പോൾ നമുക്കിവിടെ 3/2/100 6/4 ആണ് നമ്മളങ്ങനെ എഴുതിയത്. നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ടേംസ് ആണ്. ഒരു പാദവാർഷികം ആകുമ്പോൾ ഒരു വർഷത്തിൽ 4 ഇടവേള വരും. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 4 എഴുതണം. 4 എഴുതി കഴിഞ്ഞാൽ കാൽക്കുലേഷൻ 5000 ഇൻറ്റു 1+3/2 ഡിവിഷനാണ്. 1+3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 വരും. ദെൻ നമുക്ക് 5000 ഇൻറ്റു ഈ കാൽക്കുലേഷൻ ചെയ്യാം. 5000 ഇൻറ്റു 1 + 200 LCM എടുക്കണം. 200 + 3/200 4 is equal to 5000 into 203 200 plus 3 203/200 4.
ഇസ് ഈക്വൽ ടു, ഈ കാൽക്കുലേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 5000 ഇൻറ്റു ഈ വാല്യൂ 1.015 ദ ഹോൾ റേസ്റ്റ് 4 വരും. നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാം. 5000 ഇൻറ്റു ആ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വാല്യൂ 1.0614 വരും. ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5307 രൂപ നമുക്ക് റൗണ്ട് ചെയ്ത് കിട്ടും. 5307. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ആൾക്ക് കിട്ടിയ എമൗണ്ട് 5305 ഇപ്പോൾ കിട്ടിയ എമൗണ്ട് 5307. ടോട്ടൽ ഡിഫറൻസ് പറയുന്നത്, അധികം കിട്ടുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 രൂപ എന്ന് കിട്ടും. പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിന്ന് ഒരാൾ 16,000 രൂപ കടമെടുത്തു. വാർഷിക നിരക്ക് 10%. 9 മാസം കഴിയുമ്പോൾ കടം തീർക്കാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം? ഇവിടെ നമ്മുടെ മുതൽ എന്ന് പറയുന്നത് 16,000 രൂപയാണ്. പലിശ ശതമാനം റേറ്റ് 10%. കാലയളവ് 9 മാസമാണ്. അപ്പോൾ നമുക്കറിയാം എമൗണ്ട് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 + R/100 ദ ഹോൾ റേസ് ടു N ആണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ P കൊടുക്കാം, 16,000 രൂപ കൊടുക്കാം. 16,000 ഇൻറ്റു 1 പ്ലസ് റേറ്റ് 10% റേറ്റ്. 9 മാസമാണ് കാലാവധി പറയുന്നത്. അപ്പോൾ 10ൻ്റെ പാദവാർഷികമായിട്ടായതുകൊണ്ട് 4 ഭാഗം എടുക്കാൻ പറ്റുള്ളൂ. ആ 10/4/100 ദ ഹോൾ റേസ് ടു N എന്ന് പറയുമ്പോൾ നമുക്കറിയാം 9 മാസമാണ്. 3 3 6 3 9 മാസം. അപ്പോൾ 3 + 3 + 3 മൊത്തം 3 പാദവാർഷികമാണ് 9 മാസത്തിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടെ കാലയളവ് എന്ത് കൊടുക്കാം? 3 കൊടുക്കാം. 16,000 ഇൻറ്റു 100 4 കൊണ്ടും ഹരിക്കണം. 1 + 4 കൊണ്ടും ഹരിക്കണം, 100 കൊണ്ടും ഹരിക്കണം. അപ്പോൾ നമുക്ക് മൊത്തം 400 കൊണ്ട് ഹരിക്കാം. 10 എന്തെഴുതാം? 400 എഴുതാം. ദ ഹോൾ റേസ് ടു എന്തെഴുതാം? 3 എഴുതാം. സമം 16,000 ഇൻറ്റു ഇവിടെ 400 LCM എടുക്കണം. അപ്പോൾ 400 + 10, അപ്പോൾ 410 എഴുതാം. ബൈ 400 ദ ഹോൾ റേസ് ടു 3 സമം 16,000 ഇൻറ്റു നമുക്ക് 410/400 കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. 1.025 കിട്ടും. ദ ഹോൾ റേസ് ടു 3 കിട്ടും. 16,000 ഇൻറ്റു ഈ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാം. 1.025 ദ ഹോൾ റേസ് ടു 3 ചെയ്യാം. 1.077 എന്നുള്ള